ജാൻവി കപൂറിന്റെ മലയാളമൊക്കെ ഒരുപാട് ട്രോൾ ആയിരുന്നു പ്രിയച്ചി. അതെ 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 പാട്ടുകളായാലും അതെ, അതെ, ഒരുപാട് അതെ, അതെ. റിവ്യൂവേഴ്സ് ഒക്കെ എടുത്തിട്ട് അലക്കി. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു ജാൻവി കപൂർ അല്ല, മലയാളം അത് പറയാൻ? പാട്ട് നമുക്ക് കേൾക്കുമ്പോഴേ അറിയായിരുന്നു ഇത് ട്രോളെന്ന്. നമുക്കും അറിയാലോ. ആനന്ദ് ഉണ്ടായിരുന്നു, ആനന്ദ് മന്മഥനും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ജാൻവി കപൂറിന്റെ മലയാളത്തെ കുറിച്ചൊന്ന് പറയുമായിരുന്നു. അവർക്ക് അറിയില്ലല്ലോ, ശരിക്കും അവർക്ക് അറിയില്ല. അവരത് ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാലും നമുക്ക് പറയാൻ അറിയില്ല. അതിപ്പോൾ ട്രൈ ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ടാണോ ഇനി ട്രൈ ചെയ്യാഞ്ഞിട്ടാണോ, ഇത് രണ്ടും നമുക്കറിയില്ല. അപ്പം നമ്മൾ അതിൽ അഭിപ്രായം പറയാൻ ആളല്ല. ചിലപ്പോൾ മേ ബി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. നമ്മളൊരു വലിയ വർക്ക് എടുക്കുമ്പോൾ നമ്മളാണെങ്കിലും സ്വാഭാവികമായിട്ടും ശ്രമിക്കുമല്ലോ. ശ്രീദേവിയെ പോലുള്ളൊരു മഹാനടിയുടെ മകളാണ് ജാൻവി കപൂർ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? പ്രിയേച്ചി ഒരു നല്ല ആർട്ടിസ്റ്റാണ്, ജാൻവി വളർന്നു വരുന്ന നല്ലൊരു നായികയാണ്. അത് എന്താ അറിയോ, ഈ ഒരിക്കലും അമ്മേനെയും അച്ഛനെയും ഒന്നും വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എല്ലാവരും ഓരോരോ ഇൻഡിവിജ്വൽസ് അല്ലേ. ശ്രീദേവിയൊക്കെ അഭിനയിച്ചു കൂട്ടിയുള്ള കഥാപാത്രങ്ങളും കാണുമ്പോഴുള്ള ഭയങ്കര ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ഒരു വേറെ ആളാണ്. ജാൻവി വേറെ. സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, അത് ജാട അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. ആയിരുന്നോ? അല്ല, ചിരിക്കുമായിരുന്നു. പിന്നെ നോക്കി വളർത്തിയ ആളുകളല്ലേ. ഒട്ടും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്ന് തോന്നുന്ന ആളുകളോട് നമ്മൾ എന്തായാലും അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലല്ലോ. അതിലെങ്കിലേ ഞാൻ അധികം ഭയങ്കരമായിട്ട് സംസാരിക്കാറില്ല. എനിക്ക് ഉത്തരം കിട്ടി. അപ്പം അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ പോകില്ല. സിദ്ധാർത്ഥ നല്ലായിരുന്നു, ശരിക്കും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട് നടക്കുമായിരുന്നു. അവർ കുറേ ജോലി ചെയ്തിരുന്നു തോന്നുന്നു അതിന് വേണ്ടിയിട്ട്.